ഉപ്പയില്ലാത്തവരും ഇല്ല. പിന്നെ മുസാഹിഫിന്റെ ഉറകളാരുമില്ല. മുസാഹിഫിന്റെ ഉറകളായിട്ട് 5 നേരം നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് വേറെ നിസ്കരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങളുടെ കൂടി കണ്ട ആണുങ്ങളുടെ കൂടെ കിടക്കണ എത്രയോ ആൾക്കാരുണ്ട്. അതിനെക്കാട്ടി നല്ലതാണല്ലോ അല്ലെ? 5 മക്കളെ നോക്കാൻ വേണ്ടി, എത്തിയുമായ 5 മക്കളെ നോക്കാൻ, ഉപ്പയില്ലാത്ത മക്കളെ നോക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ വിജയം. ഉറയെന്നും പറയുന്നുണ്ട്, കൂടെ കിടക്കുന്നും പറയുന്നുണ്ട്. എന്തോ ഈ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ടോ എന്തോ സംഭവങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇതുപോലെ ഉറ ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണെന്ന് തോന്നുന്നു. എനിവേ, തന്റെ വിമർശകരെ കുറിച്ച് ഷാഹിദ ഷാജി പറയുന്ന വാക്കുകളാണ്: 5 നേരം നിസ്കരിച്ചതിന് ശേഷം കണ്ടവന്മാരുടെ കൂടെ കിടക്കുന്ന അപരാധികളാണോ എന്നെ വിമർശിക്കുന്നതെന്നാണ് ഷാഹിദ ഷാജി എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചിരിക്കുകയല്ലാതെ എനിക്ക് ആദ്യമേ ചിരി വരിക. ഈ സാജിദയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ചിരിക്കുകയല്ലാതെ വേറെ എന്താ ചെയ്യുക? ഈ ഞാൻ പെൺകുട്ടി എന്നാണ് ഇപ്പോൾ അവൾ പറയുന്നത്. എനിക്ക് 32 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ. 5 കുട്ടികളുടെ ഉമ്മയാണ് ഞാൻ. എനിക്ക് പഠിച്ചവനുണ്ട്. ആ പഠിച്ചവനിലാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വേഷങ്ങളും എൻ്റെ രൂപങ്ങളും ഒന്നും നിങ്ങൾ നോക്കണ്ട. പുതിയ ഒരു പ്രവാചക വന്നിരിക്കുന്നു. കാരണം ഏതു മതത്തിലാണ്? യഥാർത്ഥത്തിൽ ജസ്നയോട് ചോദിച്ചാൽ ഇപ്പോൾ അവൾ പറയുന്നത് ഞാൻ മതം വിട്ടു എന്നാണ്. പക്ഷേ ഈ സ്ത്രീ പറയുന്നു ഞാൻ മതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിട്ട് അവൾ ചെയ്യുന്ന ആ പ്രവൃത്തികളെ മുഴുവനും ന്യായീകരിച്ചുകൊണ്ട്, തോന്നിവാസമല്ലാതെ അവളൊന്നും ചെയ്യുന്നില്ല, തോന്നിവാസമല്ലാതെ അവളൊന്നും പറയുന്നില്ല. സാധാരണ രീതിയിൽ ഒരു മറ അല്ലേ, നമ്മളെ എല്ലാവരും ഒരൽ വിഴുങ്ങുകയാണെങ്കിൽ പോലും, പഴയ ആളുകൾ പറയുന്ന വാക്കാണ്, ഒരൽ വിഴുങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് വിരൽ ഒരു മറ വേണം. പക്ഷേ ഈ പെണ്ണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത് മുഴുവനും വലിച്ചു വാരി എറിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് റിയാക്ഷൻ ഉണ്ടാകും. അരുത് പെണ്ണേ എന്നാണ് യഥാർത്ഥത്തിൽ റിയാക്ഷൻ വ്ളോഗുകാർ ഒരു ഗുരുവിനോടെന്ന പോലെ ഈ സാജിദയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെയൊക്കെ റീൽസ് ചെയ്യും, വേറെ ചെയ്യും. എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി, ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി, അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം. അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കെട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും. എന്താ ചെയ്യാ? അഭിനയിക്കേണ്ടി വേണം. എനിക്ക് പൈസ ഇല്ല, വലുത് പൈസ വേണം. എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം. അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നേ വേണം. മകളെ, നീ ഒരു പെണ്ണാണ്, നീ ഒരു സഹോദരിയാണ്, മകളാണ്. സ്വന്തം ഉമ്മയെ ആട്ടിപ്പായിച്ചു, സഹോദരിമാരെ ആട്ടിപ്പായിച്ചു. അത്തരത്തിലുള്ള നിനക്ക് എന്ത് മാതൃത്വമാണ്, എന്ത് സഹോദരി ബന്ധമാണ് അല്ലേ? അയൽവാസികളെ വെറുപ്പിച്ചു, നിനക്ക് എന്ത് അയൽ ബന്ധമാണ്? ഇപ്പം നീ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കുന്നത് നിന്റെ മക്കളുടെ വളർത്താനുള്ള ആ ദ്രുതഗതിയിലുള്ള നിന്റെ പോക്ക്. പെണ്ണെ, 5 മക്കൾ നിനക്ക് മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ധാരാളം കുടുംബങ്ങളിൽ 5 മക്കളും 6 മക്കളും 10 മക്കളുമൊക്കെ ഭർത്താവ് മരിച്ചതിന് ശേഷവും ഭാര്യ പുലർത്തുന്ന കുടുംബങ്ങൾ എനിക്കറിയാം. അവരൊക്കെ ഇത്തരത്തിൽ വൾഗറായിട്ട്, ഇനി വൾഗറാണ് അകത്ത് എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മറയുമില്ലാതെ എല്ലാത്തിനും പരസ്യമായിട്ട് പ്രതികരിക്കുക. എങ്ങനത്തെ പ്രതികരണം? ഹെഡ്സെറ്റ് വെച്ച് കേൾക്കേണ്ട രീതിയിലുള്ള വാക്കുകളല്ലാതെ ഈ സാജിദ പറയുന്നില്ല. മനുഷ്യജന്മം ഈ മനുഷ്യജന്മത്തിൽ ഒരാളും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ പറയാൻ ഇഷ്ടപ്പെടാത്ത ആ വാക്കുകൾ അവൾ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നു. എന്താ അവൾ പറയുന്നത്? സിനിമാ നടന്മാരില്ലേ, ആലോചിച്ചു നോക്കും, വലിയ വലിയ നടന്മാരല്ലേ, മമ്മൂട്ടി, മോഹൻലാൽ, അവരൊക്കെ ഈശ്വരവിശ്വാസമില്ലേ? അവരൊക്കെ നടന്മാരല്ലേ? അതുകൊണ്ട് എനിക്ക് മാനേജറുണ്ട്, എനിക്ക് ക്യാമറാമാനുണ്ട്, ഞാനൊരു യൂട്യൂബറല്ലേ? ആലോചിച്ച് നോക്കി എന്ന് കേട്ടാൽ ഒരു സിനിമ വലിയ ലൊക്കേഷൻ സംവിധായകൻ പോലും പറയാത്ത അത്രമാത്രമുള്ള സംഗതികളാവുമായിട്ടാണ് ഞാൻ നടക്കുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് ക്യാമറാമാൻ ഉണ്ടാകും, എൻ്റെ കൂടെ എൻ്റെ ഡയറക്ടർ ഉണ്ടാകും, നോക്കണം, എൻ്റെ മാനേജർ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ പറയാതെ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്ത്രീ. അതിനെ ആ സ്ത്രീ ന്യായീകരിക്കുന്നതാണ് ഏറ്റവും രസകരം. മുസ്ലിം സ്ത്രീകളെ മുഴുവനും, മുസ്ലിം സ്ത്രീകളെ മാത്രമല്ല, ലോകത്തെ മൊത്തം സ്ത്രീകളെ ആ സ്ത്രീ അവഹേളിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ളുഹ നമസ്കരിക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു. എന്നിട്ട് അങ്ങനെയുള്ള സ്ത്രീകൾ വ്യഭിചാരികളാണ്, തോന്നിവാസികളാണ് എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. സ്ത്രീ, നിന്നോടൊരു അപേക്ഷയാണ്.
നീ ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ. പക്ഷേ നീ എന്തിനാണ് മറ്റുള്ള നല്ല നല്ല സാലിഹീങ്ങളായ ധർമ്മനിഷ്ഠ പുലർത്തുന്ന സ്ത്രീകളെക്കുറിച്ച് നീ ഇത്തരത്തിൽ വിടുവായത്വം പറയുമ്പോൾ നീ ലോകത്തെ മൊത്തം മുസ്ലിം സ്ത്രീകളെ നീ അപമാനിക്കുന്നു. അതുവഴി ഒരു പരിശുദ്ധമായ പ്രസ്ഥാനത്തെ നീ അപമാനിക്കുന്നു. നിന്റെ തോന്നിവാസത്തിന് വേണ്ടി നീ പുറപ്പെടുന്നതിന് മറ്റുള്ളവർ എന്തു കാരണമാണ് നിന്നോട് ചെയ്തത്? അവർ നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെന്തുത്തരവാദിയാണ്? നിന്റെ ഭർത്താവ് നിനക്ക് 5 കുഞ്ഞുങ്ങളെ തന്നു. തീർച്ചയായിട്ടും അതിന് നീ തന്നെയാണ് അവരെ വളർത്തേണ്ടത്. ഉമ്മയായിട്ടും ഉപ്പയായിട്ടും നീ മാത്രമേ ഉള്ളൂ. പക്ഷേ അതോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ നിന്റെ ഉമ്മ കൂടെയുണ്ട്, നിന്റെ സഹോദരിമാരുണ്ട്, നിന്റെ ഉമ്മയുടെ അനുജത്തിയുടെ മക്കളുണ്ട്, അതോടൊപ്പം തന്നെ അയൽവാസികളുണ്ട്. ലോകത്ത് എവിടെയും വളർന്ന കുടുംബങ്ങൾ ഇത്തരത്തിൽ തന്നെയുള്ള പ്രയാസത്തിലൂടെ തന്നെയാണ് കട്ടയിൽ കിടന്ന് കതിരു പോരുക എന്നൊക്കെ പറഞ്ഞതുപോലെ നിനക്ക് മുമ്പും ധാരാളം കുടുംബങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്ത് 800 കോടിയിലേറെ വരുന്ന ജനങ്ങളുണ്ട്. അവരൊക്കെ ഇത്തരത്തിൽ പ്ലാറ്റ്ഫോമുകളിലും റെയിൽവേയിലും അതോടൊപ്പം തന്നെ റെയിൽവേ ചാലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വടക്കേ ഇന്ത്യയിൽ ഇതിനേക്കാൾ പക്ഷേ നിന്നേക്കാൾ എത്രയോ ആദർശം പുലർത്തുന്നവരാണ്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പറയുന്നത് പോലെ നിന്നെപ്പോലെയുള്ള സ്ത്രീകൾ പറ്റത് തന്നെയാണ് ഇവിടെയുള്ള ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഈ 800 കോടിയിലേറെ വരുന്ന ജനങ്ങൾ മുഴുവനും. പക്ഷേ എവിടെയും നിന്നെപ്പോലെ ഇത്തരത്തിലുള്ള വിടുവായിത്തങ്ങൾ വൃത്തികേടുകൾ പറയുകയും ചെയ്യുകയും നോക്കണം, എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന നിന്നെപ്പോലെയുള്ള ആളുകൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. ആലോചിച്ച് നോക്കൂ. പറയുന്ന വാക്കുകളുമായിട്ട് ചെയ്യുന്ന പ്രവൃത്തി ഒരു ബന്ധവുമില്ല. എന്നിട്ട് മറ്റുള്ള സ്ത്രീകളെ മുഴുവനും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇഷ്ടമുള്ളത് ചെയ്തോ പെണ്ണെ, ആരാണ് നിന്നെ വിലക്കിയത്? നീ യത്തീമാണെന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ആ യത്തീമുകളെ സംരക്ഷിക്കുന്നത് വലിയ പുണ്യമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഈ സമുദായത്തിൻ്റെ ആളുകൾ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് നിന്റെ കുട്ടികളെ യത്തീംഖാനയിൽ ചേർപ്പിച്ചത്. അതോടൊപ്പം തന്നെ നിനക്ക് പലതരത്തിലുള്ള ആ മതത്തിൻ്റെ ആനുകൂല്യത്തിൽ നിനക്ക് വലിയ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും നിന്റെ നാവ് കൊണ്ട് നോക്കണം, 4 കിട്ടാനും 4 വാങ്ങാനും നിന്റെ നാവ് മതി എന്ന രീതിയിലേക്ക് ആ നാവ് കൊണ്ട് എല്ലാവരെയും നീ വെറുപ്പിച്ചു. ഇനി നിനക്ക് ആര്? അപ്പം നീ തോന്നിയ വഴി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു ഇപ്പോൾ. കാരണം മനുഷ്യരെ മുഴുവനും വെറുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ, അള്ളാഹുവിനെയും അവൻ്റെ മലക്കുകളെയും മനുഷ്യരുടെയും ശാപത്തിൻ്റെ പാത്രമായിട്ട് നീ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് മനുഷ്യരെന്താണ് പിഴച്ചത്? ലോകത്തെ സ്ത്രീകൾ എന്ത് പിഴച്ചു, പുരുഷരെന്ത് പിഴച്ചു? മാത്രമല്ല പരിശുദ്ധ ഖുർആനെ പോലും നിന്റെ വിഡ്ഢിത്തരത്താൽ മറ്റുള്ളവർ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. ജിനൂസ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ പരിശുദ്ധ ഖുർആനിൻ്റെ ഉറയെക്കുറിച്ച് ഈ സ്ത്രീ സംസാരിക്കുന്നുണ്ട്. ആരും ഖുർആനിൻ്റെ ഉറകളല്ല, എന്താ പറയുക, സാധാരണ രീതിയിൽ നമ്മൾ പറയും മുസ്ഹഫിൻ്റെ ഏടുകളല്ല എന്ന്. ആ പെണ്ണിനെ അതുപോലും അറിയില്ല. ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ആരും മുസ്ഹഫിൻ്റെ ഉറകളല്ല എന്നാണ് സ്ത്രീ പറയുന്നത്. ഉറ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കുന്ന ഒരു സാധനത്തിനാണ് ഉറ എന്ന് പറയുക. പല തെറ്റിദ്ധാരണകൾക്കും അത് ഇടവരുന്നു. മുസ്ഹഫ് ഏത് കവറിലിട്ട് പോയിട്ടും ആ കവർ ഉപേക്ഷിക്കാമല്ലോ. അതോടൊപ്പം തന്നെ ഇവൾ പറയുന്ന ഭാഷ തിരിയാതെ ജിനൂസ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് എനിക്ക് ഈ നിരോധ് എന്ന് പറയുന്ന ഉറയാണ് അറിയാം. ഉറ എന്ന് ഇവൾ പറയുമ്പോൾ സാധാരണ ജിനൂസിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജിനൂസ് ആര് കേൾക്കുമ്പോൾ ഉറ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഗർഭനിരോധ ഉറ എന്ന നിലക്ക് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുക. ജിനൂസ് ആവട്ടെ ഖുർആനെ കുറിച്ച് മുസ്ഹഫ് എന്നൊന്നും പറഞ്ഞാൽ ജിനൂസിന് അറിയണമെന്നില്ല. കാരണം അദ്ദേഹം ഇതര വിശ്വാസ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ മുസ്ലിം സമൂഹത്തിൻ്റെ വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്ന പേരുകൾ, അതോടൊപ്പം തന്നെ ഹിന്ദു വേദഗ്രന്ഥത്തെക്കുറിച്ച് പറയുന്ന പേരുകൾ നമുക്കും അറിയില്ല. അപ്പോൾ അതൊരു ഇതര സഹോദരൻ തെറ്റിദ്ധരിക്കാൻ ഇടവരികയും ആ പരിശുദ്ധ ഖുർആനിനെ അവഹേളിക്കാൻ ഇട നൽകുകയും. ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീ തന്നെയാണ് ചെയ്തത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ സ്ത്രീയെ ഇനിയും തടഞ്ഞില്ല എങ്കിൽ നഗടോ. എന്നിട്ട് മാത്രമല്ല, ഇപ്പം ജിനൂസ് ആരെങ്കിലും ഇവൾ വാരി വലിച്ചെറിയുന്ന ഈ പറയുന്ന ചവറുകൾ നോക്കണം. ഈ ചവറുകളിൽ പിടികൂടുമല്ലോ സ്വാഭാവികമായിട്ടും അല്ലേ. ഈ ചവറ് നമുക്ക് എന്ത് ചെയ്യണം? പുറത്തേക്കിട്ട് മൂടണം. സാധാരണ രീതിയിൽ ഈ ആളുകൾ റിയാക്ഷൻ ബ്ലോഗർമാർ അത് പുറത്തേക്കിട്ട് മൂടുകയല്ല ചെയ്യുക, അത് വലിച്ച് വീണ്ടും മാറാപ്പ് പുറത്തേക്കിടും. അത് സ്വാഭാവികമാണ്. നീ ആദ്യം പുറത്തേക്കിട്ട മാറാപ്പ് അത് കുഴിയിൽ അത് മറച്ചു വെക്കാനല്ല ആളുകൾ ശ്രമിക്കുക. മറിച്ച് നിന്നെപ്പോലെയുള്ള വ്ളോഗർമാർ വേറെയുമുണ്ട്.
നീ സാധാരണ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ എന്ത് യൂട്യൂബാണ് നിൻ്റെ കണ്ടൻറ്റിലുള്ളത്? ആലോചിച്ച് നോക്ക്. നീ എന്തു കണ്ടൻറ്റാണ്, എന്തു സന്ദേശമാണ് നിൻ്റെ യൂട്യൂബ് വാക്കുകൾ? ആളുകൾ ഈ യൂട്യൂബിന് പോലും അൽഗോരിതത്തിനെ അറിയാത്തത് കൊണ്ട് നിനക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നു, പണം കിട്ടുന്നു, 1 ലക്ഷവും 2 ലക്ഷവും നീ പ്രതിമാസം വാങ്ങി വെക്കുന്നു. കാരണം അങ്ങനെയാണ് ഈ ഫാമിലി വ്ളോഗർമാരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉടായിപ്പ് വ്ളോഗർമാർക്കും എന്നെപ്പോലെയുള്ള വ്ളോഗർമാരെ നിങ്ങളൊന്ന് നോക്കൂ. കേവലം 100 വ്യൂസ് 200 വ്യൂസ് ഇത്തരത്തിലുള്ള ഉടായിപ്പുകളും വൾഗർ വർത്താനങ്ങളും പറയുന്നവർക്കോ ലക്ഷങ്ങളും മില്യണും ഒക്കെയാണ് കിട്ടുന്നത്. അതുപോട്ടെ. അപ്പോൾ പരിശുദ്ധ ഖുർആനെ അവഹേളിക്കത്തക്ക രീതിയിലേക്ക്, അതിനെ അറിയാത്തവണ്ണം അതിനെ നിന്ദിക്കത്തക്ക രീതിയിലേക്ക് ഇതര സഹോദരങ്ങൾ പോലും അതിനെ റിയാക്ട് ചെയ്യേണ്ട ഗതികേടുണ്ടാക്കിയത് സാജിദ നീ തന്നെയല്ലേ? നിനക്ക് എത്ര കാലമാണ് ഇങ്ങനെ ഈ രീതിയിൽ സമൂഹത്തോട് കണ്ടന്റിന് വേണ്ടിയാണോ നീ കാട്ടിക്കൂട്ടുന്നത്? നിനക്ക് മാനേജറുണ്ട്, ശരി, നീ ആ വഴിക്ക് പോ. അതൊക്കെ നീ ആളുകളോട് എന്തിനാണ് ഇത്രയും മോശമായ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.